വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ മറവ് ചെയ്ത സ്ഥലത്തുള്ളത്. ഇവിടെ നമ്മുടെ സുദേവനും ലത്തീഫ് സാഹിബും ഒക്കെ അടുത്തടുത്താണ് അവർക്കുള്ള അന്ത്യവിശ്രമം കൊടുത്ത് ചെയ്തിട്ടുള്ളത്. അവരൊക്കെ ഒരുമിച്ചാണ് ഇവിടെ കിടക്കുന്നത്. ചൂരൽമലക്കാരെ പറ്റി എല്ലാവരും ചോദിച്ചാൽ പറയുന്നത് അവരുടെ വീടുകൾക്കൊന്നും മതിലുണ്ടായിരുന്നില്ല, അവരെ ചുറ്റുമതിലൊന്നും എല്ലാവരും കിട്ടിയിരുന്നില്ല. എല്ലാവരും വളപ്പ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പോയിരുന്നു. എല്ലാവരും പരസ്പരം ഭക്ഷണം കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരും. ഇത് നമുക്കൊക്കെ ചിന്തിക്കാനാണ് പരസ്പരം നമ്മുടെ ചുരൽമലക്കാർക്ക് ഇങ്ങനെ ഒരു ദുരന്തം കാണിച്ചിട്ടുള്ളത്. കാരണം നമ്മളൊരു വഴി കൊടുക്കില്ല, വെള്ളം കൊടുക്കില്ല. നമ്മളൊക്കെ മാക്സിമം എത്ര അത് എൻ്റെതെന്നുള്ള വലിയ വലിയ മതിലും കെട്ടിയിട്ട് നമ്മളതെന്നും പറഞ്ഞിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കും. പക്ഷേ അതൊന്നും നമുക്ക് സുരക്ഷിതമല്ലാന്നും നമ്മളൊക്കെ മണ്ണോട് മണ്ണാവുന്നു. അതെല്ലാം ആ മതിലും ആ വഴിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവുന്ന ഉറപ്പാണ്. ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു വിരുന്നുകാരായിട്ട് മാത്രമാണ് ഈ വിരുന്ന് അവസാനിക്കുന്ന ദിവസമുണ്ട്. ഇപ്പോൾ നമ്മുടെ ചുരൽമല ദുരന്തപ്പെട്ട കുടുംബങ്ങളിലെ അവരെ നാട്ടിൽ അവരെല്ലാവരും സ്നേഹത്തോടെ ജീവിച്ചത്. അവർ അന്ത്യവിശ്രമം തന്നെ അവർക്ക് പരസ്പരം ഒരുമിച്ചാണ് കൊടുത്തത്. എല്ലാം ഇതിൽ ജാതിയില്ല, മതമില്ല, അങ്ങനെ മറവ് ചെയ്താൽ ഇങ്ങനെ മറവ് ചെയ്തല്ല, എല്ലാവർക്കും ഒരേ പരിഗണന, വ്യത്യാസമില്ലാത്ത വീടുകൾ. നമുക്കൊക്കെ യാത്ര ഉണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആ മരണം നമുക്കൊക്കെ പോയ